understand. I'm tired. I don't know. ഈ ഐ ഡോണ്ട് നോ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോറടി തോന്നൂലേ? സോ ഈ സെയിം ആശയം നമുക്ക് അടിപൊളിയായിട്ട് വേറെ രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? സോ ഇറ്റ്സ് മീ ഏഞ്ചലീന ആൻഡ് യു വാച്ചിങ് ഏഞ്ചലീന ടോക്സ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ ഇപ്പോൾ തരാം. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, എടാ നമുക്കൊന്ന് പാർക്കിലോ അല്ലെങ്കിൽ ബീച്ചിലോ ഒന്ന് പോയാലോ എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിൽ നിങ്ങൾ പറയാണ്, ഐ എം ടൈഡ് അപ്പ്. ഐ എം ടൈഡ് അപ്പ്, അതായത് ഐ എം വെരി ബിസി. നമ്മൾ നോർമലായിട്ട് പറയും ഐ എം വെരി ബിസി എന്ന് പറയും. പക്ഷേ അതിന് പകരമായിട്ട് ഐ എം ടൈഡ് അപ്പ് എന്ന് പറയാം. അതായത് ഞാൻ വളരെ തിരക്കിലാണ്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഐ എം ടൈഡ് അപ്പ്. ഐ എം ടൈഡ് അപ്പ്. ഓൾറൈറ്റ്. ഇനി നെക്സ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് പറയാണ്, ആണോ നീ ഭയങ്കര ബിസി ആണോ, എന്നാലേ നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ജസ്റ്റ് ഒന്ന് വിളിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിൽ നിങ്ങൾ പറയാണ്, യാ I'll get in touch. Yeah, I'll get in touch means I'll call you. അതായത് ഞാൻ നിന്നെ വിളിക്കും. So, yeah, I'll get in touch. ഇവിടെ ശ്രദ്ധിക്കുക, സാധാരണ നമ്മൾ I will get in touch എന്നാണ് പറയുക. പക്ഷേ I will ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് I'll get in touch എന്ന് പറയാം. So, yeah, I'll get in touch. Alright. ഇനി കുറേ കഴിഞ്ഞിട്ട് നിങ്ങളെ ഫ്രണ്ട് നിങ്ങളെ ഒന്നുകൂടി വിളിക്കുകയാണ്. ആ ടൈമിൽ നിങ്ങളോട് പറയുന്നുണ്ട്, നീ എന്നെ തിരിച്ച് വിളിക്കാന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, എന്നിട്ട് നീ എന്താ വിളിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിൽ നിങ്ങൾ പറയുന്നുണ്ട്, it slipped my mind. It slipped my mind means I forgot. ഞാൻ മറന്നുപോയി. It slipped my mind. ഒന്ന് പറഞ്ഞു നോക്കൂ, it slipped my mind. Alright. നെക്സ്റ്റ്, നീ അത് മറന്നോ എന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്. നീ അത് മറന്നോ, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അതെങ്ങനെയാണ് നമ്മൾ പറയുക? ഐ എം ഹാങ്ങിങ് ഓൺ. ഐ എം ഹാങ്ങിങ് ഓൺ, അതായത് ഐ എം വെയിറ്റിംഗ്, നിന്നെ വെയിറ്റ് ചെയ്യാണ്. സോ ഐ എം ഹാങ്ങിങ് ഓൺ. പറഞ്ഞു നോക്കൂ, ഐ എം ഹാങ്ങിങ് ഓൺ. ഓക്കെ. ഇനി നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, എന്നാ നമുക്ക് ഇപ്പൊ പോയാലോ എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിൽ നിങ്ങൾ പറയാണ്, I'm worn out. I'm worn out means I'm tired. അതായത് ഞാൻ ക്ഷീണിച്ചു എന്ന് പറയാണ്. So, I am worn out. I am worn out. ആ ടൈമിൽ നിങ്ങളെ അവസ്ഥയൊക്കെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ടിന്. അപ്പോൾ പറയാണ്, I get it. I get it. അതായത് I understand. എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. So, എങ്ങനെയാണ് പറയുക? I get it. I get it. Alright. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട് വീണ്ടും പറയാണ്, നിന്റെ സാഹചര്യമൊക്കെ എനിക്ക് മനസ്സിലാവും, ഞാനും ഇതേപോലെ ഭയങ്കര ബിസി ആയിരുന്നു, ഞാൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ല, ഞാൻ വല്ലാതെ വിശന്ന് വലഞ്ഞു എന്ന് പറയാണ്. അതെങ്ങനെയാണ് നമ്മൾ പറയുക? I am starving. I am starving. അതായത് I am very hungry. അതായത് എനിക്ക് ഭയങ്കര വിശക്കുന്നുണ്ട് എന്ന് പറയാണ്. So, I'm starving. I am starving. Alright. നെക്സ്റ്റ്, നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ ഫ്രണ്ടിനോട് ചോദിക്കുമല്ലോ, നീ ഒന്നും കഴിച്ചില്ലേ, അപ്പോൾ ഇനി ക്യാൻറ്റീൻ ഒന്നും ഓപ്പൺ ആവുന്നുണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ. ആ ടൈമിൽ നിങ്ങളെ ഫ്രണ്ട് പറയാണ്, ഐ എം നോട്ട് അവെയർ ഓഫ് ദാറ്റ്. ഐ എം നോട്ട് അവെയർ ഓഫ് ദാറ്റ്, അതായത് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. സോ I'm not aware of that. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, I'm not aware of that. Alright. അപ്പോൾ വീണ്ടും നിങ്ങളെ ഫ്രണ്ട് നിങ്ങളോട് പറയാണ്, ഞാൻ ഇന്നലെ എണീറ്റതേ ഇന്ന് വളരെ ലേറ്റ് ആയിട്ടാണ്. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ്. അതെങ്ങനെയാണ് നമ്മൾ പറയുക? I overslept this morning. I overslept this morning. സ്ലീപ്പിന് പകരം ഇവിടെ സ്ലെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ I overslept this morning. അതായത് I woke up late. ഞാൻ ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. ഓക്കെ. ആ ടൈമിൽ നിങ്ങൾ എന്തായാലും ചോദിക്കുമല്ലോ, അതെന്താ നീ ഇന്ന് ലേറ്റ് ആയിട്ട് എണീറ്റത്, ഇന്നലെ ഉറങ്ങിയപ്പോൾ ലേറ്റ് ആയോ, അതെന്താ നീ ലേറ്റ് ആയിട്ട് കിടന്നത് എന്ന് ചോദിക്കില്ലേ?
ആ ടൈമിൽ ഫ്രണ്ട് പറയാണ്, ആ അത് പിന്നെ ഞാനൊരു ഹൊറർ മൂവി കണ്ടു, അങ്ങനെ കിടന്നപ്പോൾ ലേറ്റായി, ഞാൻ ശരിക്കും ഭയങ്കര പേടിച്ചിരുന്നു എന്ന് പറയാണ്. അതെങ്ങനെയാണ് പറയുക? ഐ വാസ് ഫ്രീക്ഡ് ഔട്ട്. ഐ വാസ് ഫ്രീക്ഡ് ഔട്ട്. അതായത് ഐ വാസ് സ്കേർഡ്, ഞാൻ വളരെ രീതിയിൽ പേടിച്ചിരുന്നു. സോ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഐ വാസ് ഫ്രീക്ഡ് ഔട്ട്, അതായത് ഞാൻ പേടിച്ചിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളെ ഫ്രണ്ടിൻ്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ പറയാണ്, ആ എന്നാൽ ഞാനും നിന്റെ കൂടെ വരാം എന്ന് പറയാണ്. സോ ആ ടൈമിൽ നിങ്ങൾ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, ആ നീ നേരത്തെ ഇറങ്ങണം കേട്ടോ, ലേറ്റ് ആവരുത് എന്ന് പറയാണ്, നേരത്തെ ഇറങ്ങണം എന്ന് പറയാണ്. ആ ടൈമിൽ നിങ്ങളെ ഫ്രണ്ട് പറയാണ്, ആ എന്നാൽ ഞാൻ ഇറങ്ങാണ് എന്ന് പറയാണ്. സോ അതെങ്ങനെയാണ് നമ്മൾ പറയുക? ഐ എം ഹെഡിങ് ഔട്ട്. ഐ എം ഹെഡിങ് ഔട്ട് മീൻസ് ഐ എം ലീവിങ്, അതായത് ഞാൻ ഇറങ്ങുകയാണ്. സോ ഐ എം ഹെഡിങ് ഔട്ട്. പറഞ്ഞു നോക്കൂ, ഐ എം ഹെഡിങ് ഔട്ട്. ഓൾ റൈറ്റ്. സോ നമ്മളിന്ന് ഒരുപാട് സെൻറ്റൻസുകൾ നോക്കിയില്ലേ? ഇനി ഞാൻ നിങ്ങളോട് 3 ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. ഞാൻ ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ മൈൻഡിൽ അത് കുറച്ചും കൂടി ഒന്ന് നല്ലോണം പതിയും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ എം ടയേർഡ്. ഇതെങ്ങനെയാണ് നമ്മൾ പറയുക? ഐ എം വോൺ ഔട്ട്. ഐ എം വോൺ ഔട്ട്. ഐ എം ടയേർഡ് എന്ന് പറയുന്നത് ഐ എം വോൺ ഔട്ട്. ഉറക്കെ പറയൂ, ഐ എം വോൺ ഔട്ട്. നെക്സ്റ്റ്, ഇനി ഐ എം വെരി ബിസി. അതെങ്ങനെയാണ് നമ്മൾ പറയുക? ഐ എം വെരി ബിസി എന്നതിന് പകരമായിട്ട് നമ്മൾ പറയും ഐ എം ടൈഡ് അപ്പ്. ഐ എം ടൈഡ് അപ്പ്. ഉറക്കെ പറയൂ, ഐ എം ടൈഡ് അപ്പ്. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ, ഐ വിൽ കോൾ യു. ഞാൻ നിന്നെ വിളിക്കാം. ഇതെങ്ങനെയാണ് നമ്മൾ പറയുക? I'll get in touch. I'll get in touch. വീണ്ടും ഓർക്കുക, സാധാരണ നമ്മൾ I will get in touch എന്നതിന് പകരം ഇവിടെ I'll get in touch എന്നാണ് പറയേണ്ടത്. അതായത് I will-നെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ I'll എന്ന് പറയും. So I'll get in touch. All right. സോ അപ്പോൾ ഇതുപോലത്തെ രീതിയിലുള്ള സെൻറ്റൻസുകൾ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സോ ഇറ്റ്സ് മീ ഏഞ്ചലീന ആൻഡ് യു വാച്ചിങ് ഏഞ്ചലീന ടോക്സ്.